ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. പതിവ് പോലെ ഷൈത്താൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. അജയ് ദേവ്ഗൺ നായകനെത്തിയ ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്ക് എത്തിയ ഷൈത്താന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം ഇപ്പോഴത്തെ 86 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 125 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 60 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ നിലവിൽ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുന്നു. ഇന്നും നാളെയും നല്ല കളക്ഷൻ തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ കേട്ടാം. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് ആർട്ടിക്കിൾ 370. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 73 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 100 കോടി 6 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. യാമി ഗൗതം ഒപ്പം തന്നെ പ്രിയാമണി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ തിയേറ്ററുകളിലെ വലിയ വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. മോളിവുഡിന്റെ ഏറ്റവും പുതിയ 5ാമത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ നെസ്ലിൻ മമിത കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേമലു. ചിത്രത്തിന് ഇന്ന് കളക്ഷൻ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം 24 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 37 ലക്ഷത്തിന് മുകളിലാണ്. ഇന്നും 1 കോടി കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം 80 ലക്ഷത്തോളം രൂപ സിനിമയ്ക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നാളെ സിനിമയ്ക്ക് 1 കോടി കടക്കട്ടെ എന്ന് ആശംസിക്കാം. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 110 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. 111, 112 കോടി റേഞ്ചിലാണ് ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച മാത്രം 2 കോടിയായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ ഇന്ന് 3-4 കോടി റേഞ്ചിലാണ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിനിമയുടെ 6ാമത്തെ ശനിയാഴ്ചയും വളരെ മികച്ചൊരു ശനിയാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് മഞ്ഞുമൽ ബോയ്സിന് ശേഷം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മലയാളം സിനിമ കൂടിയായ 5 കള്ള കോക്കാൻ പോറാട്ട എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന് കളക്ഷൻ വർധന ഇന്ന് ശനിയാഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 9 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 15 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് കേരളത്തിൽ 30 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെയെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസ് 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കും. വളരെ മികച്ച തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മണിക്കൂറിൽ 1000-ലധികം ടിക്കറ്റ് വിൽപ്പന, ഒപ്പം തന്നെ ഏകദേശം 5-ലധികം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തുടക്കം സിനിമ നേടിയെടുത്തു എന്ന് നിസ്സംശയം പറയാം. നാളെ ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് എല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇന്നലെ ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണല്ലോ യോധ. സിദ്ധാർത്ഥ മൽഹോത്ര നായകനെത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം 4 കോടി 25 ലക്ഷം ഇന്റർനെറ്റ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ വർധന സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 60 കോടി രൂപയ്ക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും കാത്തിരിക്കൂ.